ഗുരുവായൂർ കേശവനെക്കുറിച്ച് കഥയെഴുതിയതും ഒരു ഗുരുവായൂർക്കാരൻ. 600ഓളം ചെറുകഥകൾ എഴുതിയ മലയാള സാഹിത്യരംഗത്തെ ഒറ്റയാൻ ഉണ്ണികൃഷ്ണൻ പുതൂർ. ഒരു ജനസമൂഹത്തിൻ്റെ മുഴുവൻ പ്രാണാംശമായി തീർന്ന് ഒരു മഹാക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിൽ നടക്കുന്ന നാടുവാഴിത്ത ദുർനീതിയെ നാസ്തികതയിലേക്ക് വഴുതാതെ പിച്ചിച്ചീന്തി വെളിച്ചത്തിട്ട ബലിക്കല്ല്, ആട്ടുകട്ടിൽ, ആനപ്പക തുടങ്ങിയ 53ഓളം നോവലുകളുടെ കർത്താവ്. സ്വന്തം ജീവിതാനുഭവങ്ങൾ ആവിഷ്കരിക്കാനാണ് ചെറുപ്പം മുതൽ ഇഷ്ടം തുടങ്ങിയിരിക്കുന്നത്. സ്വന്തം ജീവിതത്തിൽ കണ്ടെത്തിയിട്ടുള്ള കഥാപാത്രങ്ങൾ, സ്വന്തം കുടുംബത്തിലെ കഥാപാത്രങ്ങൾ, അവനവൻ്റെ തന്നെ വ്യത്യസ്തങ്ങളായുള്ള മുഖങ്ങൾ, ഇങ്ങനെ വലുതുമാണത്. തൃശൂർ ജില്ലയിലെ ഏങ്ങണ്ടിയൂർ എന്ന സ്ഥലത്ത് പുതൂർ തറവാട്ടിലാണ് ജനനം. എന്നാൽ കർമ്മം കൊണ്ട് ഗുരുവായൂർക്കാരനായി. വളരെ ഗംഭീരമായിട്ടുള്ള ജീവിതം നയിച്ചിരുന്നിടത്തുനിന്ന് വാടക വീട്ടിലേക്ക് വരുന്നു. അച്ഛനും ചെറിയ ജോലി കാര്യസ്ഥനായിരുന്നു. അപ്പോൾ ഗുരുവായൂർ വാടക വീട്ടിലാണ്, ചെറിയൊരു വീട്ടിലാണ്, ഒരു ഓലപ്പര. ആ ഓലപ്പരയിൽ ആ സമ്പന്നതയിൽ നിന്ന് നേരെ ഒരു ദരിദ്രമായുള്ള പശ്ചാത്തലത്തിലാണ് ജീവിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ബാല്യകാലം ദുഃഖകരമാണ്. ദുഃഖകരവും യാതനമയവും പ്രശ്നസങ്കീർണമാണ്. ഓരോരോ തരത്തിലുള്ള ആളുകളെ കാണുമ്പോൾ അത്ഭുതത്തോടു കൂടിയിട്ട് ഇങ്ങനെ നോക്കും. പഠിക്കുന്നതിനല്ല കൂടുതൽ താല്പര്യം ലോകത്തിനെ നിരീക്ഷിക്കാനാണ്. ഇങ്ങനെ സംഭവിക്കുന്ന ഈ ഭൂമിയിൽ വളരെയധികം പണക്കാർ, അതേസമയത്ത് പാവപ്പെട്ടവർ, ഈ ഡിഫറൻസ് വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ ഏതാണ്ട് ഒരു ബോധം ഉദിച്ച കാലത്ത് തന്നെ എൻ്റെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട്. സ്വപ്ന ജീവിയാണ്. ചെറുപ്പം മുതൽക്ക് അധികം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. കുളത്തിൻ്റെ പക്കത്ത് പോയിരിക്കുക, അവിടുത്തെ ആ കുളത്തിലെ കല്ലെറിയുക, അതിലുള്ള തവളയെ നോക്കുക, നീർക്കോലിയെ നോക്കുക, ആമയെ നോക്കുക, അങ്ങനെ അതൊക്കെ വലിയ അത്ഭുതത്തോട് കൂടിയിട്ട് നോക്കുന്ന ഒരു ഇതാണ്. എന്ന് വെച്ചാൽ മറ്റുള്ളവരൊക്കെ പഠിക്കാനും പുസ്തകം കൊണ്ടുപോകാനും നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് പോകുമ്പോൾ ഇതൊരു അനാഥ ബാലനാണ് സ്വന്തം നിലയ്ക്ക്. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയായി നന്നായി ചിന്തിച്ചിട്ടുണ്ട് ചെറുപ്പം മുതൽക്കുണ്ട്. പക്ഷേ അതൊരു വിധിയാണ്. അമ്മ പറയും, സാറില്ല അവനങ്ങനെ നന്നായിക്കോളും എന്ന് അമ്മ പറയും. അച്ഛന് വളരെ പ്രതിഷേധമുണ്ട്. കാരണം മറ്റു കുട്ടികളൊക്കെ പഠിച്ച് ഉന്നത നിലയിലേക്ക് ഇങ്ങനെ വരുമ്പോഴും എൻ്റെ ഈ ഏക മകൻ ഇവനിങ്ങനെ ആയില്ലോ എന്നുള്ളൊരു മനോവേദ അച്ഛനുണ്ട്. അച്ഛൻ്റെയും മകൻ്റെയും വഴികൾ വ്യത്യസ്തങ്ങളായിരുന്നു. അച്ഛൻ്റെ ജീവിതകാലത്ത് ഒരിക്കലും മറക്കാമല്ല. അച്ഛൻ ജോലി വീട്ടിന് മുറ്റത്ത് പിടിച്ചെന്നു, മകൻ എങ്ങനെയെങ്കിലും നന്നാവാൻ വേണ്ടിയിട്ട്. പക്ഷേ നന്നായോ എന്ന് ചീറ്റയൊന്നു ലോകത്ത് തീരുമാനിക്കട്ടെ. കാരണം ആ ഒരു മൂപ്പര് തുറന്ന വഴിയെ കൂടെ അല്ല എൻ്റെ സഞ്ചാരം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ വഴിയെ കൂടെ സഞ്ചരിച്ചത്. അതുകൊണ്ട് പലപ്പോഴും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട്, ദുഃഖമുണ്ട്. എനിക്കുമുണ്ട് ഇന്ന് ദുഃഖം. ഞാൻ ദുഃഖിതനാണ്. കാരണം എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല. ആ മരണം എന്നെ വളരെയധികം എനിക്ക് ഷോക്കുണ്ടാക്കി. ഏക മകനാണ്. ആ മകൻ അച്ഛൻ്റെ വംശാവും മറവിയും പോലും ഉണ്ടായിരുന്നില്ല. നാട്ടുകാരൊക്കെ കൂടിയിട്ടാണ് അത് ചെയ്തത്. അത് എൻ്റെ മനസ്സിൽ വളരെ ദുഃഖം. അതേ പിന്നെയാണ് ഈ താടി പഠിച്ചിട്ടില്ല. പിന്നെ 1968 ശേഷം ഇത് വളരെയധികം ദുഃഖം ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദുഃഖം ഉണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അകാലചരമം എന്ന് തന്നെ പറയാം. ആ കർമ്മങ്ങളിൽ പങ്കെടുക്കായ ആ മാനസിക പശ്ചാത്തലം ഇപ്പോഴും ഉണ്ട്. ഇതാണ് അച്ഛനും മകനും തമ്മിലുള്ളത്. എൻ്റെ പല നോവലുകളിലും കഥാപാത്രങ്ങളിലും അച്ഛൻ നിറവോടുകൂടി നിൽക്കുന്നുണ്ട്. ഇപ്പോഴും അച്ഛനെ വെച്ച പൂജിക്കണം. അച്ഛൻ്റെ ആഗ്രഹങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് പഠനം മുഴുവനാക്കാതെ ഗുരുവായൂർ ദേവസ്വത്തിലെ ക്ലാർക്കായി, പിന്നെ ലൈബ്രറിയനുമായി. ലോകത്തിൽ എന്തുപേക്ഷിച്ചാലും സർവ്വതും ഞാൻ ഉപേക്ഷിക്കും, പക്ഷെ സാഹിത്യം ഉപേക്ഷിക്കില്ല. ഏറ്റവും വലിയൊരു സാഹിത്യകാരനാവുക എന്നുള്ളതാണ് ആഗ്രഹം ഉണ്ടായിരുന്നത് ചെറുപ്പത്തിൽ തന്നെ. സാഹിത്യകാരനാണ് ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്നവൻ എന്നുള്ളൊരു ധാരണ ഉള്ളിൽ കടന്നുകൂടി. അതിനനുസരിച്ച് ഒരു പുസ്തകവും ഇറക്കി. 1952 SLCക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിലും പറയുന്ന പുസ്തകം ഇറക്കി.
അതായത് അമ്മയുടെ കയ്യുമ്മൽ വളയും കാതലെ കമ്മലും കൊണ്ട് പണയം വെച്ചു. പണയം വെക്കാനെന്ന് പറഞ്ഞ് കൊണ്ടുപോയി വിറ്റത് കുന്നംകുളത്ത് കൊണ്ടുപോയിട്ട് പ്രസ്സിലടിച്ച് ഗുരുവായൂരെ കാശിക്ക് വിൽക്കായിരുന്നു. അങ്ങനെയാണ് ആദ്യത്തെ സാഹിത്യത്തിൻ്റെ അരങ്ങേറ്റം. ആ കൊല്ലം SLC തോറ്റു സാഹിത്യത്തിലേക്ക് കയറിയിട്ട്. അവിടെ പഠിച്ചു, അവിടുന്ന് ട്യൂട്ടറിൽ ജയിച്ചു. അടുത്ത ദിവസം പരീക്ഷയ്ക്കിരുന്ന് പിന്നെ കോളേജിൽ ചേർന്നു. പക്ഷെ അപ്പോഴും അവിടെയും സാഹിത്യം തന്നെയാണ് മെയിൻ. ഇത് രണ്ടാമത്തെ പുസ്തകം വരയ്ക്കും കെട്ടുപെടുന്ന ജീവിതബന്ധം. MT വാസുദേവൻ നായരുടെ രക്തം പുരണ്ട മണൽത്തരികൾ ഇറങ്ങിയ കൊല്ലം. ജീവിതത്തിൽ ആ വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ട ഒന്നും നേടിയില്ല. പക്ഷെ സാഹിത്യത്തിന് മുറുകെ പിടിച്ചു. ഒരിക്കലും പല വിമർശനങ്ങളും കേട്ടെങ്കിലും ആ വിമർശനത്തിനൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് പോവുക, അതാണ് എൻ്റെ ലക്ഷ്യം. സാഹിത്യ ലോകത്തിൽ ആരെങ്കിലും ആവണം, അറിയപ്പെടുന്ന ഒരാളാവണം എന്നുള്ള നിലയിൽ 1968 ആദ്യമായി ഒരു നോവൽ എഴുതി. അതാണ് ബലിക്കല്ല്. ആ ബലിക്കല്ലിന് കേരള സാഹിത്യ അക്കാദമിയുടെ ഏറ്റവും മികച്ച നോവലിനുള്ള അവാർഡ് കിട്ടി.